നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തിയാണ് കേട്ടോ. ഇനി നമുക്ക് അരയ്ക്കണത് നോക്കാം എങ്ങനെയാണെന്ന്. അരവിനായിട്ട് ഞാനിവിടെ 5 തക്കാളി ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഞാൻ കഷ്ണമായിട്ട് നുറുക്കിയതാണ് കേട്ടോ, അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു സവാള കഷ്ണമാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 2 ടീസ്പൂൺ ആട്ടോ മുളക് പൊടി. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കാണ്ട് നമ്മളിത് അരച്ച് വരികയാണ് കേട്ടോ. നമ്മൾ അരച്ച് വെച്ചത് ഇനിയിപ്പോൾ പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചോളൂ. ജാറ് കഴുകി ഒഴിക്കട്ടെ കേട്ടോ. നമുക്ക് ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഇത്ര പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന പുളി. നിങ്ങൾ പാകത്തിന് എടുത്തോളൂ. ഞാനിവിടെ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഞാൻ ഒഴിക്കണം ഇതിലേക്ക്. നമുക്ക് പാകത്തിന് വെള്ളം നോക്കട്ടെ കേട്ടോ. ഞാൻ ഇത്ര വെള്ളം മതി, കുറച്ചും കൂടി ഒഴിക്കുന്നുള്ളൂ. നമുക്ക് തടുപ്പത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ തടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് അടച്ച് വയ്ക്കുകയാണ്, നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താണ്. പിന്നെ ഞാനിവിടെ 4 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, അത് ഞാൻ നന്നായിട്ട് ചെറുതായി അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കിടന്ന് നന്നായിട്ട് ഒന്നുകൂടി വറ്റട്ടെ. ഞാനിത് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു സാധനമാണ് കസൂരി മേത്തി കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി അങ്ങനെ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.